പൊന്നാനി നഗരസഭയിലെ കർഷകർക്കായി കർഷക സഭ സംഘടിപ്പിച്ചു. പൊന്നാനി നഗരസഭയിൽ എഴുപത്തിരുത്തി കൃഷിഭവന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച കർഷക സഭയിൽ തങ്ങളുടെ അഭിപ്രായങ്ങളും പ്രശ്നങ്ങളും നേരിട്ട് അവതരിപ്പിക്കാൻ അവസരം ലഭിച്ചതിൽ കർഷകർ നഗരസഭയെ അഭിനന്ദിച്ചു. വിവിധ വാർഡുകളിൽ നിന്നെത്തിയ കർഷകർ കാർഷിക രംഗത്ത് നേരിടുന്ന വെല്ലുവിളികൾ, ജലലഭ്യത, കൃഷി ഉപകരണങ്ങൾ, വിപണന സൗകര്യങ്ങൾ, സർക്കാർ പദ്ധതികളുടെ പ്രയോജനം, സബ്സിഡി വിതരണം എന്നിവ സംബന്ധിച്ച നിർദ്ദേശങ്ങളും പരാതികളും പങ്കുവച്ചു. നമ്മുടെ കാർഷിക കലണ്ടർ ഡിപ്പാർട്ട്മെന്റ് തയ്യാറാക്കുന്ന കലണ്ടർ പല ഘട്ടത്തിലും നമുക്ക് യോജിച്ച രീതിയിലാവാറില്ല എന്നുള്ള വിമർശനം പല ഘട്ടങ്ങളിലും ഉയർന്നു വരാറുണ്ട്. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഞാറ്റുവേല ചന്തയിൽ നമ്മൾ കൊടുക്കുന്ന തൈകൾ തന്നെ. പല സമയത്തും നമുക്ക് വിത്തുകളും തൈകളും വരിക മഴ അടച്ചു പിടിക്കുന്ന സമയത്താണ്. പക്ഷേ എടപ്പാൾ പഞ്ചായത്തിൽ ഈ സമയത്ത് കൊടുത്താൽ എന്താവും? അത് നല്ലതാണ്. പക്ഷേ ഇവിടെ നമുക്ക് അത്ര ഗുണകരമല്ല. കാരണം ഇവിടെ വെള്ളക്കെട്ട് നിൽക്കുന്ന പ്രദേശമായതുകൊണ്ട് നമുക്ക് അങ്ങനെ നടാൻ കഴിയാത്ത ചില പ്രശ്നങ്ങളുണ്ട്. ഇത് നമ്മൾ നേരത്തെ പല യോഗങ്ങളിലും ഇപ്പോൾ ഞങ്ങളൊക്കെ അപ്പുറത്തിരിക്കുന്ന സമയത്തും ആവശ്യപ്പെട്ടിരുന്നതാണ്. പക്ഷെ അത് സാധ്യമാവുന്നില്ല. ഇപ്പോഴും അങ്ങനെയാണ്. അതിനൊരു മാറ്റം വരണം. കലണ്ടർ തയ്യാറാക്കേണ്ടത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ സാഹചര്യത്തിനനുസരിച്ച്, ഭൂപ്രദേശത്തിൻ്റെ സാഹചര്യത്തിനനുസരിച്ച് കൃഷിയുടെ കലണ്ടർ തയ്യാറാക്കി വിത്തും തൈകളും കൊടുക്കാൻ കഴിയുന്ന തരത്തിലേക്ക് സർക്കാർ സംവിധാനം മാറണമെന്ന ഒരു അഭിപ്രായമാണ് ഒന്ന് പറയാനുള്ളത്. കർഷകരുടെ ഓരോ അഭിപ്രായവും ക്ഷമയോടെ കേട്ട് ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകുകയും പരിഹാരത്തിനായി നടപടി സ്വീകരിക്കുമെന്ന് നഗരസഭാ അധികൃതർ ഉറപ്പു നൽകുകയും ചെയ്തു. കാർഷിക പാരമ്പര്യത്തിൻ്റെ ഭാഗമാണ് ഞാറ്റുവേല എന്നത് നമുക്കെല്ലാവർക്കും അറിയുന്നതാണ്. പ്രകൃതിയുടെ താളത്തിനനുസരിച്ച് കൃഷിക്കാരെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് നമ്മുടെ പൂർവികർ സമ്പാദിച്ച അറിവിൻ്റെ സമ്പത്താണ് ഈ ഞാറ്റുവേല. ആ തിരിച്ചറിവിൻ്റെ ഭാഗമായിട്ടാണ് പൊന്നാനി നഗരസഭ ഇന്ന് ഞാറ്റുവേല ചന്തയും അതോടനുബന്ധിച്ച് കർഷക സഭയും ഇവിടെ സംഘടിപ്പിക്കുന്നത്. കൂടുതൽ കർഷകരെ ഈ മേഖലയിലേക്ക് കൊണ്ടുവരിക, അതിനുതകുന്ന രീതിയിലുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുക, അത് പ്രായോഗികമായി നടപ്പിലാക്കുക എന്നതാണ് ഭരണസമിതി ആലോചിച്ചിട്ടുള്ളത്. കർഷകരുടെ അഭിപ്രായങ്ങൾക്ക് പ്രാധാന്യം നൽകിയ സംവാദത്തിന് വേദിയൊരുക്കിയത് സ്വാഗതാർഹമാണെന്നും ഇത്തരം കർഷക സഭകൾ തുടർന്നും സംഘടിപ്പിക്കണമെന്നും ചർച്ചയിൽ പങ്കെടുത്തവർ അഭിപ്രായപ്പെട്ടു. കർഷകരുമായി ചേർന്ന് കാർഷിക മേഖലയെ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനുള്ള നഗരസഭയുടെ ശ്രമങ്ങൾക്ക് എല്ലാവിധ പിന്തുണയും നൽകുമെന്ന് കർഷകർ അറിയിച്ചു. തുറന്ന ആശയവിനിമയത്തിലൂടെ കർഷകരുടെ വിശ്വാസം നേടിയ കർഷക സഭ മാതൃകാപരമായ ജനകീയ ഇടപെടലായാണ് വിലയിരുത്തപ്പെടുന്നത്. സൗജന്യമായി വിത്ത് വിതരണവും സബ്സിഡി നിരക്കിൽ തെങ്ങിൻ തൈകളും ഞാറ്റുവേല ചന്തയിലൂടെ കർഷകർക്ക് ലഭ്യമായി. നഗരസഭാ വൈസ് ചെയർപേഴ്സൺ CT സക്കീർ ഉദ്ഘാടനം ചെയ്തു. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ TK മഷൂദ് അധ്യക്ഷത വഹിച്ചു. കൗൺസിലർമാരായ ശ്രീകലാചന്ദ്രൻ, അബ്ദുൽ മുത്തലിബ്, സോമൻ, CDS ചെയർപേഴ്സൺ M ധന്യ എന്നിവർ സംസാരിച്ചു. 500ഓളം കർഷകര് നമ്മുടെ വിവിധ വാർഡുകളിലെ കുടുംബശ്രീകളിൽ അയൽക്കൂട്ടങ്ങളിൽ പ്രവർത്തിക്കുന്നുണ്ട്. നല്ല രീതിയിലുള്ള ഒരു വരുമാനം ഉണ്ടാക്കിയെടുക്കുന്നതിനൊക്കെ അവരെ സഹായിക്കുന്ന ഒരു പ്രധാന വരുമാന മാർഗം തന്നെയായിട്ട് കൃഷിയെ കാണുന്നവരാണ് ഈ കൂട്ടത്തിൽ പലരും. പക്ഷേ കൃഷിഭവന്റെ ഭാഗത്തുനിന്ന് അവർക്ക് നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു സപ്പോർട്ട് ഉണ്ടാവാറില്ല. ഈ വേദിയിൽ ഞാൻ അവർക്ക്, നമ്മുടെ പ്രിയപ്പെട്ട കർഷകരായിട്ടുള്ള സ്ത്രീകൾക്ക് കൂടെ ഉപയോഗപ്പെടുന്ന രീതിയിലുള്ള എന്തെങ്കിലും പദ്ധതികൾ ആവിഷ്കരിക്കണം എന്നുള്ളതും കൂടെ ഈ ഒരു സമയത്ത് ആവശ്യപ്പെടുകയാണ്. ചർച്ചയിൽ ADS അംഗങ്ങളായ രജീഷ് ഉപ്പാല, K ദിവാകരൻ, കർഷകരായ ദേവകി, ജയശങ്കർ മാസ്റ്റർ, കുഞ്ഞിരാമൻ, ശാന്തകുമാരി എന്നിവർ പങ്കെടുത്തു. കൃഷി വളരട്ടെ, കർഷകൻ വിജയിക്കട്ടെ, കിസാൻ ക്രെഡിറ്റ് കാർഡിനൊപ്പം എന്ന വിഷയത്തെ ആസ്പദമാക്കി കേരള ഗ്രാമീണ ബാങ്ക് പൊന്നാനി ബ്രാഞ്ച് മാനേജർ രേഖ ക്ലാസ് എടുത്തു. കൃഷി അസിസ്റ്റന്റുമാരായ സന്തോഷ്, സുരഭി എന്നിവർ വിത്തുകളും തൈകളും കർഷകർക്ക് പരിചയപ്പെടുത്തി. കൃഷി ഓഫീസർ ഡോക്ടർ ഐശ്വര്യ വി ദേവ് സ്വാഗതവും കൗൺസിലർ ലിൻസി നാസർ നന്ദിയും പറഞ്ഞു.